PSC ഷോർട്ട് നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC നിരന്തരം ചോദിക്കുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവിതാംകൂറിലെ അവസാനത്തെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി എന്നീ വിശേഷണങ്ങൾക്കുടമ പറവൂർ TK നാരായണപിള്ള ആണ്. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയും കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനുമാണ്. കൊച്ചിയിലെ അവസാനത്തെ പ്രധാനമന്ത്രി ഇക്കണ്ടവാര്യരും തിരുക്കൊച്ചിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനുമാണ്. ഇന്ത്യയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ടയാണ്. എന്നാൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിലും മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷയിലെ വീലർ ദ്വീപുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ജീവിത സമരം എന്ന ആത്മകഥ രചിച്ചത് C. കേശവനാണ്. എന്നാൽ ജീവിതം ഒരു സമരം എന്നത് അക്കമ്മ ചെറിയാൻ്റെയും സമരം തന്നെ ജീവിതം എന്നത് VS അച്യുതാനന്ദൻ്റെയും ആത്മകഥകളാണ്. ഭൂമിയിലെ ഏറ്റവും അപൂർവ ലോഹം റേഡിയമാണ്. എന്നാൽ ഏറ്റവും അപൂർവ മൂലകം അസ്റ്റാറ്റിനാണ്. ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷം 1995 എന്നാൽ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് 1990 കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതി തെളിമ. എന്നാൽ തീർത്ഥം പദ്ധതി 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനും സാന്ത്വനം പദ്ധതി രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ സമയാസമയങ്ങളിൽ പരിശോധിക്കാനുള്ള സൗകര്യമൊരുക്കുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്. സ്വാതന്ത്ര്യം നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം ഘാനയാണ്. എന്നാൽ ആഫ്രിക്കൻ വൻകരയിലെ ആദ്യ റിപ്പബ്ലിക്ക് ലൈബീരിയയുമാണ്. കേരളത്തിൽ ആദ്യമായി എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടിയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ വൈദ്യുതോൽപാദനം ആരംഭിച്ചത് മാങ്കുളം പഞ്ചായത്തും കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരുമാണ്. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയമാണ്. എന്നാൽ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം ആണ്. ധർമ്മരാജ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയാണ്. എന്നാൽ ഇതേ പേരിൽ നിരൂപണം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളവും ആദ്യ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരിയുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവും സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകുമാണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ആഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായും ചരമദിനമായ മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനവുമായാണ് ആചരിക്കുന്നത്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവാണ്. എന്നാൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ്. പഴശ്ശി കുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലും പഴശ്ശി മ്യൂസിയം കോഴിക്കോടും പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലുമാണ്. ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ബംഗളൂരുവിലാണ്. എന്നാൽ ആദ്യ പോസ്റ്റ് ഓഫീസ് ചെന്നൈയിലാണ്. ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തുമാണ്. P. കേശവദേവാണ് ഞാനിപ്പം കമ്മ്യൂണിസ്റ്റാകും എന്ന കൃതി രചിച്ചത്. എന്നാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന കൃതി രചിച്ചത് തോപ്പിൽ ഭാസിയും നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന കൃതി രചിച്ചത് സിവിക് ചന്ദ്രനുമാണ്. ഡോക്ടർ S. രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്.
വാരിയർ ഫ്രം ദി സൗത്ത് എന്നറിയപ്പെട്ടത് സി രാജഗോപാലാചാരിയാണ്. എന്നാൽ ഫയർ ബാൻഡ് ഓഫ് ദി സൗത്ത് എന്നറിയപ്പെട്ടിരുന്നത് എസ് സത്യമൂർത്തിയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ചിൽക്ക തടാകമാണ്. എന്നാൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാറും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം സാമ്പാറും തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരുവുമാണ്. അമർജ്യോതി സ്ഥിതി ചെയ്യുന്നത് അമൃതസറിലാണ്. എന്നാൽ അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിലുമാണ്. മറാത്ത കേസരി എന്ന് വിളിക്കുന്ന നേതാവ് ബാലഗംഗാധര തിലകാണ്. എന്നാൽ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. നീലരക്തമുള്ള ജീവി വിഭാഗത്തെ അറിയപ്പെടുന്നത് മൊളസ്ക എന്നാണ്. എന്നാൽ പച്ചരക്തമുള്ളത് അനലിഡ എന്നും അറിയപ്പെടുന്നു. കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ ശാസനം തരിശാപ്പള്ളി ശാസനമാണ്. എന്നാൽ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ കൃതി ഐതരേയ ആരണ്യകവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ ഡാം ഹിരാക്കുഡാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം സർദാർ സരോവറും ഏറ്റവും ഉയരം കൂടിയ ഡാം തെഹരി ഡാമുമാണ്. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല പാലക്കാടാണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരം തിരുവനന്തപുരമാണ്. സൈബർ സുരക്ഷാ ദിനം നവംബർ 30 എന്നാൽ ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി 9. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായി നവറോജിയാണ്. എന്നാൽ ബ്രിട്ടൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് പ്രധാനമന്ത്രിയായിരുന്ന വില്യം എവാർഡ് ഗ്ലാഡ്സ്റ്റൺ ആണ്. ആവർത്തന പട്ടികയുടെ പിതാവ് ഡിമിട്രി മെൻഡലിയേഫ് ആണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന അവയവദാന ഗ്രാമം എന്നത് ചെറുകുളത്തൂർ ആണ്. എന്നാൽ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈയാണ്. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ്. എന്നാൽ റോമൻ സാമ്രാജ്യവുമായി കേരളത്തിൻ്റെ വ്യാപാര ബന്ധങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതി ജീവക ചിന്താമണി. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ജപ്പാൻ്റേതാണ്. എന്നാൽ പഴക്കം ചെന്ന ദേശീയ പതാക ഡെൻമാർക്കിൻ്റേതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന രാജ്യം ന്യൂസിലൻഡാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഉരുക്കുവനിത എന്നറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചറാണ്. എന്നാൽ ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ദിരാഗാന്ധിയാണ്. മണിപ്പൂരിലെ ഉരുക്കുവനിത ഇറോം ശർമിളയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയിലാണ്. എന്നാൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരിയും വലിയ ജയിൽ പൂജപ്പുര സെൻട്രൽ ജയിലും ആദ്യ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയിലുമാണ്. ന്യൂഡൽഹിയിലെ ജൻപദ് എന്ന റോഡിൻ്റെ പൂർവ്വനാമം ക്വീൻസ് വേ എന്നാണ്. എന്നാൽ കിങ്സ് വേ എന്നത് ഡൽഹിയിലെ തന്നെ രാജ്പഥ് റോഡിൻ്റെ പൂർവ്വനാമമാണ്. ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനുഷേ അൻസാരിയാണ്. എന്നാൽ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവയുമാണ്. ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്കാണ്. എന്നാൽ ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യ ആണവ റിയാക്ടർ അപ്സരയാണ്. എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ കാമിനിയാണ്. യുറേനിയം 233 ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവ റിയാക്ടർ പൂർണിമ 2 ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ റിസർച്ച് റിയാക്ടർ ധ്രുവയുമാണ്. ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാമൂഴം. കർണനെ കഥാപാത്രമാക്കി VK ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ.
കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. എന്നാൽ ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. അന്നജത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി അമിലേസ് ആണ്. എന്നാൽ മാംസ്യത്തെ ലയിപ്പിക്കുന്നത് പെപ്സിനും കൊഴുപ്പിനെ ലയിപ്പിക്കുന്നത് ലിപ്പേസുമാണ്. തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. എന്നാൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമാണ്.